നിങ്ങൾ ഗണേശൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ന്യായമായ കാര്യമാണെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഗണേശൻ വന്നപ്പോൾ ഗണേശനെതിരെ എന്തൊക്കെ പറയാവോ അതൊക്കെ പറഞ്ഞു. പക്ഷേ ഈ അഭിപ്രായങ്ങൾ ഒരുപാട് സംസാരിക്കുമ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടോ? ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ സുരേഷ് ഗോപി അഭിനയമാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ഞാൻ ആദ്യം തന്നെ അത് ചെയ്തേനെ. എനിക്ക് ഈസിയല്ലേ, എനിക്ക് സൗഹൃദങ്ങളില്ലേ, ഞാൻ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലേ, ആ ക്യാരക്ടറെ ആരും കുറ്റം പറഞ്ഞില്ല. പക്ഷേ അശ്വന്ത് കൊക്ക് ഉൾപ്പെടെയുള്ളവർ ഒരു ആക്ടർ എന്ന നിലയിൽ എന്നെ വിമർശിച്ചിട്ടില്ല. ഇയാൾ സുജിത്തിനെ ഡയറക്റ്റ് ചെയ്ത വാക്ക് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടില്ല, പക്ഷെ അതിന് എനിക്ക് ക്രിറ്റിക്സ് അവാർഡ് കിട്ടി. ആക്ടിങ് ശ്രീലങ്കൻ ഇൻ്റർനാഷണൽ അവാർഡും കർണാടകയും കിട്ടി ആക്ടർ എന്ന നിലയിൽ. അവാർഡ് സിസ്റ്റത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസി ഉണ്ട് എന്നുള്ളത് ഒട്ടുമില്ല. ട്യൂമൻ്റെ സമയത്ത് രഞ്ജിത്തായിരുന്നു പേര് തന്നെ. ഒരു കാരണവശാലും ഈ പടം മേലോട്ട് കയറ്റി വിടരുന്ന് അയാൾ പറഞ്ഞായിട്ട് അവാർഡ് കമ്മിറ്റിയിലുള്ളവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജൂറി മെമ്പറായിട്ട് TV സിനിമയുടെ ഇടയിൽ ഇരുന്നിട്ടുള്ള ഞാൻ, മധുബാൽ, അനുമോള്, സന്തോഷിക്കാനൊക്കെ ഞാൻ ഇരുന്നുള്ളൂ. ആ ഇതിൽ ഞങ്ങൾ ഒട്ടും ബയാസ്ഡ് അല്ല. അന്നാണ് മികച്ച സീരിയലിന് അവാർഡ് കൊടുക്കാത്തത്. കാര്യം മികച്ച സീരിയലില്ലായിരുന്നു. ഷാറുഖ് ഖാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതെപ്പോഴും എനിക്ക് മനസ്സിലായി. നമ്മളൊരു കാറിൽ പോവുകയാണ്, ഈ സ്മൂത്തായിട്ട വഴിയിൽ പോയാൽ കുറേ നേരം കഴിഞ്ഞാലും ഡെസ്റ്റിനേഷനെത്താൻ കുറച്ച് സമയമെടുക്കും. അത്രയും കുണ്ടും കുഴിയും നിന്നുള്ള വഴി കൂടി പോയാൽ പെട്ടെന്ന് എത്തും. അപ്പോൾ ആ വഴി കൂടി പോകുമ്പോൾ കുറേ പേർ കുരയ്ക്കും, കുറേ പേർ കല്ലെറിയും. അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ നിന്നാൽ ഇപ്പോൾ ഞാൻ നേരത്തെ ആ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ ഒരാളുടെ പേരും കൂടി ഞാൻ ചേർക്കുകയാണ്, ഗണേഷ് കുമാർ സാറിൻ്റെ കേസും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും പേഴ്സണലി ഉള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അവരുടെ ലൈഫിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പം രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അതെല്ലാവരും പുറത്തേക്ക് വലിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ സിനിമാ താരങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്നുള്ളൊരു രീതിയിലേക്ക് അത് എത്തിക്കാനായിട്ട് എപ്പോഴെങ്കിലും കാരണമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മുകേഷ് അതായത് ഇതിപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഗണേശ് ഏട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഗണേശ് ഏട്ടൻ ആ മണ്ഡലത്തെ അതുപോലെ സ്നേഹിക്കുന്നതാണ്. അതൊരു വസ്തുതയാണ്. നിങ്ങളൊരു പത്തനാപുരക്കാരിയാണെങ്കിൽ നിങ്ങൾ ഗണേശൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ന്യായമായ കാര്യമാണെങ്കിൽ അറ്റ് എനി കോസ്റ്റ് അത് ചെയ്തു തരും. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം മത്സരിക്കുമ്പോൾ ഞാനും അദ്ദേഹമാണ് ആദ്യം മത്സരിക്കുന്നത്. ഞാൻ 2001 കഴക്കൂട്ടത്തിലും ഗണേശ് ഏട്ടൻ പത്തനാപുരത്തും. അദ്ദേഹം ജയിച്ചു മന്ത്രിയായി, എന്നെ ഒരു കാലുവാരി തോപ്പിച്ചു. അപ്പോൾ അന്ന് ഗണേശേട്ടനെതിരായിട്ട് ഭയങ്കരമായിട്ട് പ്രൊപ്പഗാൻഡ ഉണ്ടായിരുന്നു. ഗണേശേട്ടൻ ജയിച്ചില്ലേ? വർഷങ്ങളായിട്ട് CPIയുടെ കയ്യിലിരുന്നൊരു മണ്ഡലമായിരുന്നു. ആ മണ്ഡലത്തിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഗണേശൻ വന്നപ്പോൾ ഗണേശേട്ടനെതിരെ എന്തൊക്കെ പറയാവോ അതൊക്കെ പറഞ്ഞു. പക്ഷേ അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിച്ചു. ഇന്നുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുണ്ടോ? അപ്പോൾ ഇവരുടെയൊക്കെ ലൈഫിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സോക്കോൾ സെലിബ്രിറ്റീസിൻ്റെ ലൈഫിലേക്ക് എത്തി നോക്കാൻ ഒരു ടെൻഡൻസി സാധാരണ ജനങ്ങൾക്കുണ്ട്. അത് ഈ മീഡിയയാണ് ഏറ്റവും കൂടുതൽ പുറത്ത് കൊണ്ടുവരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളൊരു പത്രവാർത്ത വായിക്കുമ്പോൾ അതിൽ പോസിറ്റീവും ഉണ്ടാവും, നെഗറ്റീവും ഉണ്ടാവും. അറിഞ്ഞോ അറിയാതെയോ ഈ നെഗറ്റീവിലേക്ക് നിങ്ങൾ കണ്ണോടുകയും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ നെഗറ്റീവ് വാർത്ത കിടക്കുകയും ചെയ്യും. അതാണ് എല്ലായിടത്തും ഈ പറയുന്നത് പോലെ ക്യാഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ ഞാനും നിങ്ങളും സംസാരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എന്ത് വിവാദമായി കിട്ടാം എന്നുള്ളതിനെ പറ്റിയാണ് നിങ്ങളുടെ നോട്ടം. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്നതിന് നിങ്ങൾ അതനുസരിച്ച് എഡിറ്റ് ചെയ്ത്, ഇതൊന്നും എഡിറ്റ് ചെയ്യരുത് കേട്ടോ ഞാൻ പറയുന്നത്, ഇതൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾ ഇടുമ്പോൾ ഏതെങ്കിലും എൻ്റെ ഒരു സ്ലിപ്പ് ഓഫ് എ ടങ് ആവാം, അല്ലെങ്കിൽ ഞാൻ പർപ്പസ്ഫുള്ളി പറഞ്ഞതാവാം, ആ ഒരു സാധനം നിങ്ങൾ എടുത്തിടുമ്പോൾ എന്നാൽ ഇവൻ ആരടാന്നുള്ള മട്ടിൽ താഴെ വന്ന് വരുന്ന കമൻറ്റുകളിലൂടെ നിങ്ങൾക്ക് റീച്ച് കൂടും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ലേ? അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും, എനിക്കതറിയാം. അല്ല, ഈ എല്ലാവർക്കും ഇപ്പോൾ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എല്ലാവർക്കും ഉണ്ടല്ലോ. അതിപ്പോൾ കമന്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ മൂക്കിൻ്റെ തുമ്പ് വരെ അതിനപ്പുറത്തേക്കില്ല. അതിന് നമ്മൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഈ കമന്റ്സും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് താഴെ വരുന്ന കമന്റ്സും കാര്യങ്ങളും ഒക്കെ ഭയങ്കര വിയേർഡായിട്ട് നമുക്ക് തോന്നുമല്ലോ. അതിന് എന്തെങ്കിലും നമ്മൾ ബേസിക്കലി അത് കമന്റ് കഴിവതും കാണാതിരിക്കുക, മൈൻഡ് ചെയ്യാതിരിക്കുക. ഫ്രസ്ട്രേറ്റഡ് മൈൻഡ്സിൻ്റെ കമൻസാണ്. നമ്മളെന്തിനാ അതിന് മറുപടി പറയാം? പക്ഷേ ചിലരൊക്കെ വളരെ മോശമായിട്ട് പറയുന്ന ചിലരെനിക്ക് സ്ക്രീൻഷോട്ട് അയക്കാറുണ്ട്. അവർക്കെതിരായിട്ടൊക്കെ ഞാൻ നടപടി എടുത്തിട്ടുണ്ട്. ഇത് വായിക്കുന്നവർക്ക്, ഇത് കാണുന്നവർക്കും ആ നടപടി എടുത്തവനും അത് മനസ്സിലായിട്ടുണ്ട് എന്ത് തരം നടപടിയാണ് എടുത്തിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട്
അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള കമൻസൊക്കെ ഇപ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിന് തുമ്പ് വരെ ഉള്ളൂ. പിന്നെ ഏറ്റവും മോശമായിട്ട് ജീവിതത്തിൽ ഒന്നും ആവാൻ പറ്റാത്തവർ പറയുന്ന ഫ്രസ്ട്രേറ്റഡ് കമൻസിന് നമ്മൾ എന്തിനാ മൈൻഡ് ചെയ്യണം? ഇപ്പോൾ ഷാറൂഖ് ഖാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതെപ്പോഴും എനിക്ക് മനസ്സിലായി. നമ്മളൊരു കാറിൽ പോവുകയാണ്, 2 വഴികളുണ്ട്. ഒന്ന് സ്മൂത്തായിട്ടുള്ള വഴി, കുണ്ടും നിറഞ്ഞ് കുളമെന്ന് പറഞ്ഞു. ഈ സ്മൂത്തായിട്ട വഴിയിൽ പോയാൽ കുറേ നേരം കഴിഞ്ഞാലും ഡെസ്റ്റിനേഷനിലെത്താൻ കുറച്ച് സമയമെടുക്കും, അത്രയും. കുണ്ടും കുഴിയും നിറഞ്ഞുള്ള വഴി കൂടി പോയാൽ പെട്ടെന്നെത്തും. അപ്പോൾ ആ വഴി കൂടി പോകുമ്പം കുറേ പേർ കുരയ്ക്കും, കുറേ പേർ കല്ലെറിയും. അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ നിന്നാൽ നമുക്കവിടെ എത്താൻ പറ്റില്ല. അതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കട്ടെ, നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ മറ്റൊരു ഷാറൂഖ് ഖാനാവും എല്ലാവർക്കും. ഈ ഒരു തോട്ട് തന്നെയാണോ ഇപ്പം എപ്പോഴും ഫോളോ ചെയ്യുക? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു സ്വന്തം സിനിമയിൽ ഒരു ലീഡ് റോള് ചെയ്യുന്നത് എല്ലാവരും പറയും ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. പക്ഷെ അതത്ര പോസിബിൾ ആക്കി കൊടുത്തിട്ടുള്ള ഒരാളാണ് സർ. അപ്പോൾ എന്താ പറയുക, ഇത് ആരെങ്കിലും ഇങ്ങനെ നെഗറ്റീവ് നെഗറ്റീവേ ഉള്ളൂ. കാര്യം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, ഞാൻ അഭിനയമാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ഞാൻ ആദ്യം തന്നെ അത് ചെയ്തേനെ. എനിക്ക് ഈസി അല്ലേ, എനിക്ക് സൗഹൃദങ്ങളില്ലേ, ഞാൻ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലേ, എനിക്ക് ഈസി ആയിട്ട് അല്ല. എൻ്റെ പാഷൻ എപ്പോഴും ആക്ടിങ്ങാണ്. സോറി, ഡയറക്ഷൻ. ആക്ടിങ് അല്ല. പാഷനിൽ ആക്ടിങ് വന്നിട്ടേ ഇല്ല. പക്ഷേ ഈ പണി നമുക്കും അറിയാവുന്ന കാണിക്കണ്ടേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഒരു സിനിമ അതെനിക്ക് ഏത് സിനിമയൊന്നും എനിക്ക് ഓർമ്മയില്ല, ഒരു സിനിമ, അതിന് പേര് ഞാൻ പറയുന്നില്ല, ഈ പേരൊക്കെ എനിക്കറിയാം. ഞാൻ കൂടെ കൊണ്ടു നടന്ന് ഞാൻ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ഞാൻ പടം എഴുതാൻ വേണ്ടി സാമ്പത്തികമായിട്ടും അല്ലാതെയും എൻ്റെ കൂടെ കൊണ്ടു നടന്ന ഒരാൾ, മിമിക്രിയിലൊക്കെ സ്കിറ്റ് ചെയ്ത് കൊണ്ടു നടന്ന അയാളൊരു പടം എന്നെ വെച്ചു, എന്നെയും സൗബിൻ ഷാഹിറിനെയും വെച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. സോഹനായിരുന്നു ഡയറക്ടർ. ഞാനും സോഹനും പോകുന്നു, അയാളുടെ വീട്ടിലിരുന്ന് സബ്ജക്റ്റ് കേൾക്കുന്നു. അപ്പം നമ്മളതനുസരിച്ച് മുന്നോട്ട് സോഹൻ സൗബിൻ്റെ അടുത്ത് സംസാരിച്ചു, സൗബിന് സന്തോഷം. അപ്പം ഞാനപ്പം ആക്ടിങ് ഒരു ഒട്ടും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം മറക്കരുത്. അതിന് മുമ്പ് സുജിത്ത് സംവിധാനം ചെയ്ത ഒരു കൊറിയൻ പടം എന്ന് പറഞ്ഞ പടം, അതിലെനിക്ക് മക്ബൂൽ സൽമാനാണ് നായകൻ. അതിലൊരു അഡ്വക്കേറ്റിൻ്റെ വേഷം സുജിത്ത് നിർബന്ധിച്ച് ചെയ്തു. അതാ എല്ലാവരും നല്ല അഭിപ്രായം പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അഭിനയിക്കുമ്പോൾ, ഇത്രയും വിവാദ പുരുഷനായ ഒരാൾ അഭിനയിക്കുമ്പോൾ കാണാൻ വരുന്നത് കൂടുതലും എന്നെ എതിർക്കുന്നവരായിരിക്കും. അതെപ്പോഴും മനസ്സിലാക്കണം. ഇവരെന്താ കാണിച്ചു വെച്ചത്. അപ്പം ഞാൻ പിന്നെ ശ്രീകുമാർ തിയേറ്ററിലാണ് റിലീസ്, തിരുവനന്തപുരത്ത്. ഈ ശ്രീകുമാർ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ വന്നത് സിനിമാക്കാരാണ്. അപ്പോൾ എനിക്കറിയാം എന്തിനാ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഞാൻ പുറത്ത് നിന്നു ഇൻട്രോയിലായിട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൊള്ളാമല്ല, മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങളിത് കൊള്ളാമെന്ന് പലരും ഇത് പറയും. അന്ന് എൻ്റെ അസോസിയേറ്റ് ആയിരുന്നതും എന്നോട് വളരെ അടുപ്പമുള്ളതും എൻ്റെ സുഹൃത്തുമായ സതീഷ് പടങ്ങണം, കെ സതീഷ്. അദ്ദേഹം 28 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളുടെ ഡയറക്ടേഴ്സ് അസോസിയേറ്റൊക്കെയായിരുന്നു. അപ്പോൾ പുള്ളിയെടുത്ത് ഞാൻ പറയാതെ പുള്ളി വന്നാൽ കാണാൻ. അപ്പോൾ എൻ്റെ ഒരു അഭിതകാംക്ഷയാണ്. മുഖത്ത് നോക്കി കൊള്ളുമെങ്കിൽ കൊള്ളുമെന്നും കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്നും പറയാൻ സ്വാതന്ത്ര്യമുള്ള ആളാണ്. പുള്ളി ഇൻ്റർവെല്ലിൽ വന്നിട്ട് പറഞ്ഞു, ഇൻ്റർവെല്ലിൽ ഒരു കുറ്റവും പറയില്ല, ബാക്കി കണ്ടിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ്റർവെല്ലിന് ശേഷം പുള്ളി വന്നിട്ട് പറഞ്ഞു, നിഷാദ് നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കണം. ചെറിയ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ചെയ്ത് ഞാൻ വളരെ കാര്യമായിട്ട് എടുത്തില്ല. അതും കഴിഞ്ഞ് മധുപാലിൻ്റെ സ്ക്രിപ്റ്റിൽ മധുവമ്പാട്ട് സാർ ക്യാമറ ചെയ്യുന്നു. ഇയാൾ സുജിത്തിനെ ഡയറക്റ്റ് ചെയ്ത വാക്കെന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടില്ല. പക്ഷേ അതിനെനിക്ക് ക്രിറ്റിക്സ് അവാർഡ് കിട്ടി ആക്ടിങ്ങിന്. ഞാനും അനൂഹാസനും സുധീർ കരമനയും രതീഷേട്ടൻ, മരിച്ചുപോയ നടൻ രതീഷേട്ടൻ്റെ ഇളയ മോനുണ്ട് പ്രണവ്, പിന്നെ ചാന്ദിനി, ഇവരെല്ലാവരും അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു സുരാജ് ഉണ്ടായിരുന്നു, സുരാജ് ഞാറുമൂടും ഉണ്ടായിരുന്നു, ഗണേശേട്ടനും ഉണ്ടായിരുന്നു. ഗണേശേട്ടനാണ് ഞാൻ കോമ്പിനേഷനൊക്കെ ഉള്ളത്. ആ സിനിമ ഇറങ്ങിയിട്ടില്ല, എന്തോ അവരുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ എന്തോ ഇഷ്യൂ ആയിരുന്നു. ആ സിനിമ പക്ഷേ സെൻസർ ചെയ്ത ശേഷം സ്റ്റേറ്റ് അവാർഡിന് വിട്ടപ്പോഴും പരിഗണനയ്ക്ക് വന്നു. ക്രിറ്റിക്സിൽ എനിക്ക് അവാർഡും കിട്ടി, ആക്ടിങ്ങിന് ജൂറി പുരസ്കാരം എനിക്ക് കിട്ടി. എന്നിട്ടും ഞാൻ സീരിയസ് ആയിട്ട് സിനിമ എടുത്തിട്ടില്ല. ആ സമയത്താണ് ഈ പറഞ്ഞ ആൾ, ഞാൻ പേര് പറയുന്നില്ല, അയാൾ ഇതുപോലെ ഞങ്ങളെ വെച്ച് പടം ചെയ്യണം, അയാൾ റൈറ്റ് ചെയ്യണം. സോഹനും ഞാനും സമ്മതിക്കുന്നു, സോഹൻ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇയാളത് പോയി വേറൊരാളുടെ അടുത്ത്, ഒരു മിമിക്രി ഒക്കെ ചെയ്ത ഒരു സംവിധായകൻ്റെ അടുത്ത് അയാൾ പോയി കഥ പറയുകയും, അപ്പോൾ അയാൾ പറഞ്ഞ്, അയ്യോ അത് ഇവരെ ഒന്നും വെച്ച് ചെയ്യണ്ട, നമുക്ക് ചെയ്യാം.
നമുക്ക് വേറെ ആളെ വെച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസും മേടിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പം അയാൾ എൻ്റെ ഡയറക്ടറായ സോഹനെ വിളിച്ച് പറഞ്ഞ്, അതെ ഈ നിഷാദൊക്കെ വെച്ച് ചെയ്താൽ മാർക്കറ്റില്ലല്ലോ, നമുക്ക് വേണ്ടി വന്നാൽ നിഷാദൊക്കെ മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞ ആളാണ്. സോഹൻ എന്നെ വിളിച്ചു. സോഹൻ വിളിച്ചിട്ട് സോഹൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, സോഹന് നിഷാദ് നമുക്ക് ആ പടം ചെയ്യേണ്ട കേട്ടോ, നമുക്കത് ചെയ്യേണ്ടതോ, എനിക്ക് ചെയ്യേണ്ടെന്നല്ല പറഞ്ഞു, നമുക്ക് ആ പടം ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയല്ലേ സൗഹൃദങ്ങളുള്ളത്. ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ വേറെ പടമായിട്ട് വരികയും ഏറ്റവും മോശമായ ഒരു പടമായി മാറുകയും ഒക്കെ വിവാദമൊക്കെ ആയപ്പോൾ ഒരു പടം എന്തുവാണ്ട്. അപ്പോൾ അത് ഒരു കലാകാരൻ നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു കൂടെ ഒരു ഹ്യൂമിലേറ്റ് ചെയ്ത് തന്നെ അതിനെ അപമാനിച്ചു എന്നുള്ളത് സ്വാഭാവിക മനുഷ്യനല്ലേ. അങ്ങനെ കിടക്കുന്നു. അത് കഴിഞ്ഞ് കോവിഡൊക്കെ കഴിഞ്ഞ സമയത്ത്, കോവിഡ് അറ്റാക്കിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പിന്നെ ICU കിടന്ന വെന്റിലേറ്ററിൽ ട്രിവാൻഡ്രത്ത്. അതൊക്കെ വേറെ കഥ. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് അതിൻ്റെ എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ദിവസം അപ്പോൾ ഈ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഡെയിലി നടക്കാൻ. അപ്പോൾ ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സതീഷ് വിളിക്കുക. സതീഷ് ഇടയ്ക്ക് വിളിക്കാറുണ്ട്. സതീഷ് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു കഥ പറയാനുണ്ട്, നിങ്ങളൊന്ന് കേൾക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറ, ഞാൻ ഫ്രീ ആണെന്ന് പറഞ്ഞു. ഒരു ഗംഭീര കഥ പറഞ്ഞു, റോഡ് മൂവി. അപ്പം ഞാൻ പറഞ്ഞു, സതീഷ് കൊള്ളാലോ, ഇത് നല്ല സിനിമയാണല്ലോ, അത് നമുക്ക് ഞാനൊരു കാര്യം ചെയ്യാം, ബിജുമോനെയും സുരാജിനെയൊക്കെ വെക്കാം. എനിക്ക് അവരാരും വേണ്ട, എനിക്ക് ഇർഷാദും നിഷാദും മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനോ എന്ന് പറഞ്ഞു, ഞാൻ ഈ പടം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരെ ചെയ്യത്തുള്ളൂ, എനിക്ക് പ്രൊഡ്യൂസറൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഇതിലേത് കഥാപാത്രമാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ സതീഷ് പറഞ്ഞ്, നിങ്ങൾക്ക് ഏതാ, രണ്ടും നിങ്ങൾക്ക് പറ്റിയ ഏതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അബൂബക്കർ എന്നുള്ള കഥാപാത്രം, ആ വയസ്സായ കഥാപാത്രം ഞാൻ ചെയ്തോളാം. അതാ എൻ്റെ മനസ്സിൽ നിന്നു. ഞാൻ അപ്പം തന്നെ ഇർഷാദിനെ വിളിച്ചു. ഇർഷാദിന് സബ്ജക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനും ഇർഷാദിനും ഞങ്ങളുടെ കോമൺ ഫ്രണ്ടായ മാനുവൽ ക്രൂസ് ഡാർവിൻ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തുണ്ട്. ഡാർവിൻ ഡി ഗ്രൂപ്പിൻ്റെ ഡാർവിനാണ്. ഈസ് എ ബിസിനസ് മാൻ, ഇസ് എൻ NRI, ദുബായ് കൊല്ലത്ത് ഹോട്ടലൊക്കെ ഉള്ള എൻ്റെ പഴയ ഫ്രണ്ടാണ്. അപ്പോൾ ഡാവിനും ഞങ്ങൾ മൂന്നിനും കൂടി, ഡാവിൻ്റെ മോൻ ഡാനി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഈ സബ്ജക്റ്റ് കേട്ട് ആ സിനിമയാണ് ടു മെൻ ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് ഇൻ്റർനാഷണൽ അവാർഡ് ഉൾപ്പെടെ ഒരുപാട് കിട്ടിയതാണ്. ഈ ടു മെൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു വാശിക്ക് ചെയ്തതാണ്. മറ്റേ അപ്പോൾ എൻ്റെ പടത്തിൻ്റെ കൂടെ മറ്റേ പടവും മത്സരിക്കാനുണ്ടായിരുന്നു, പക്ഷെ ഞാനാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവണമല്ലോ. അപ്പോൾ ഞാൻ ഇന്നുവരെ അതിനൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഉടൻ തന്നെ സോഹന് ഒരു പടം, എൻ്റെ ഒരു കസിൻ, ഒരു റിലേറ്റീവ് ഒരു പടം ചെയ്യാൻ വേണ്ടി വന്നു, അനൂജ്. അപ്പോൾ എന്നെ വെച്ച് ചെയ്യാനാണ് ഞാൻ ഡയറക്റ്റ് ചെയ്ത്. അപ്പം മുഹാദ് വെമ്പായം, വൺ ഓഫ് ദി ബെസ്റ്റ് റൈറ്റേഴ്സ് കേട്ടോ. നാടകത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആളാണ്. ടൂമൻ്റെ റൈറ്റർ പുള്ളിയാണ്. മുഹാദ് വെമ്പായത്തിന് എൻ്റെ അടുത്തൊരു എന്നെ വെച്ച് മാത്രം വെച്ചൊരു നാടകം, ഏകാംഗ നാടകം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് ഇതിനകത്തൊരു സിനിമയുണ്ട്, ആ സിനിമ സോഹനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അനൂജിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഞാനും ബിരുബപ്പു കൂടി അഭിനയിച്ച ഭാരത സർക്കസ്, ഷൈൻ ടോം ചാക്കോട്, നല്ല സിനിമയായിരുന്നു. ഇത് സോഹൻ ഡയറക്റ്റ് ചെയ്തതാണ്. അതിനുശേഷമാണ് ഞാൻ അഭിനയത്തിലേക്ക് വന്നത്. ഈ അന്വേഷണത്തിൻ്റെ തുടക്കം തോന്നുന്ന സിനിമയിൽ ആക്ച്വലി ഞാൻ അഭിനയിക്കാൻ വേണ്ടി നിന്നല്ല. എൻ്റെ ക്യാരക്ടർ ദിലീഷ് പോത്തനെയാണ് ഉദ്ദേശിച്ചത്. ദിലീഷ് പോത്തിന് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടും അദ്ദേഹം എന്തോ കാനഡയിലോ എവിടെ പോകുന്നു എന്ന് പറഞ്ഞ് ദിലീഷോട് ചോദിച്ചാൽ മതി, ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അപ്പം ഇല്ല. പിന്നീട് പ്രൊഡ്യൂസറുടെയും എല്ലാവരുടെയും അറിവോടുകൂടിയാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്തത്. ആ ക്യാരക്ടറെ ആരും കുറ്റം പറഞ്ഞില്ല. പക്ഷേ ഇയാൾ എന്തിനാ അഭിനയിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഈ ഡയറക്റ്റ് ചെയ്താൽ പോരെ, ഇയാൾ എന്തിനാ അതിനകത്ത് കയറി അഭിനയിച്ച്, ആ രീതിയിലാണ്. ആ ഭാഷയ്ക്ക് ഞാൻ ലർക്ക് ചെയ്ത് ഞാൻ അഭിനയിക്കുകയും ചെയ്ത് അതിനകത്ത്. അതൊരു ഭാഷയല്ലേ. ആ ലർക്കിനിപ്പോൾ എനിക്ക് പിന്നെ ശ്രീലങ്കൻ ഇൻ്റർനാഷണൽ അവാർഡും കർണാടകയും കിട്ടി ആക്ടർ എന്ന നിലയിൽ. അപ്പോൾ ഈ പണി നമുക്കറിയാവുന്നതേ ഉള്ളൂ. അശ്വന്ത് കൊക്ക് ഉൾപ്പെടെ ഉള്ളവർ ഒരു ആക്ടർ എന്ന നിലയിൽ എന്നെ വിമർശിച്ചിട്ടില്ല. എൻ്റെ സിനിമകൾ ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ഒരു ആക്ടർ എന്ന നിലയിൽ ഞാനൊരു നടനാണെന്ന് അംഗീകരിച്ച ഒരാളാണ് ഇപ്പം ഞാൻ പുതിയ ചെറുപ്പക്കാരുടെ റിവ്യൂസ്. ഇപ്പം ചെയ്യാൻ പോകുന്ന പടം, അടുത്ത ചെയ്യാൻ പോകുന്ന പടത്തിൽ കെ സതീഷാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ടു മെൻ. അത് ഞാൻ നിങ്ങൾക്ക് അനൗൺസ് ചെയ്യാം. ഇന്നലെ ഫൈനലൈസ് ചെയ്തേ ഉള്ളൂ. ഒരു ഗംഭീര സിനിമയായിരിക്കും. അതിൽ ഞാനും അവർ അജു വർഗീസിനെ ഒക്കെ അതിനകത്ത് ബന്ധപ്പെടുന്നു, അവരൊക്കെ ഉണ്ട്. ഒരു നല്ല മൂവി ആയിരിക്കും. സ്വാസികയൊക്കെയാണ് അവരുടെ മനസ്സിലുള്ളത്. അതിൽ ഞാൻ ആക്ട് ചെയ്യുന്നതാണ്. ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ കഴിവതും അഭിനയിക്കാതിരിക്കും. പിന്നെ അതല്ല, ഞാൻ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചെറിയ ക്യാരക്ടർ എങ്ങാനും ഡിമാൻഡ് ചെയ്താലേ ചെയ്യത്തുള്ളൂ. കഴിവതും മറ്റുള്ളവരുടെ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞു, അഭിനയമല്ല എനിക്ക് പാഷൻ, എനിക്ക് ഡയറക്ഷൻ. ഞാനിപ്പോൾ ഒരു വലിയ പടത്തിൻ്റെ
പുറകിലാണ്. ഞാൻ ലുക്മാൻ്റെ അടുത്ത് കഥ പറഞ്ഞു, പശുപതി സാറിൻ്റെ അടുത്ത് കഥ പറഞ്ഞു, വാണീശ്വരൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു വലിയൊരു അത് മിക്കവാറും ഓഗസ്റ്റിൽ അതാവും. അതിന് മുമ്പ് ഈ പടം സതീഷിൻ്റെ പടം ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ക്യാമറമാൻ സാദത്ത് എന്നെയും എനിക്കത് ലിജോമോണാന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ഇവർ ഇതാക്കിയിട്ട് ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രോജക്ട്സ്. പുതിയ വിശേഷങ്ങൾ, വലിയൊരു അനൗൺസ്മെന്റ് എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും. ഇപ്പൊ ഈ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു മൂവി, അത് എന്തായാലും നമ്മുടെ ബെസ്റ്റ് ആയിരിക്കുമല്ലോ നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെ ഭയങ്കര ഹാർഷായിട്ട് ഒരാൾ റിവ്യൂ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതെങ്ങനെ അത് എടുക്കും ഉള്ളിലേക്ക്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സീരിയസ് ആയിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. നമ്മളെല്ലാവരും അമാനുഷികമായുള്ളൊരു നമ്മളൊരു തെറ്റുകളുണ്ടാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തന്നെ, നിങ്ങളൊരു തിയേറ്ററിൽ പോയി ഇരുന്ന് കാണുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആയിരിക്കില്ല വേറൊരാൾക്ക്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചിലർക്ക് മനസ്സിലാവണമെന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ ശരിയാണെന്ന് എനിക്ക് പറയാനും പറ്റത്തില്ല. രണ്ട് തരത്തിൽ ക്രിട്ടിസൈസ് ചെയ്യാം. ഒന്ന്, ഞാൻ സൂചിപ്പിച്ച പോലെ ക്രിയാത്മകമായ വിമർശനം, അതായത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. രണ്ട്, കുശുമ്പ് കൊണ്ടുള്ള ക്രിറ്റിസിസം. ഇത് രണ്ടും നമ്മൾ ഒരുപോലെ സ്വീകരിക്കും. നമുക്ക് മനസ്സിലാവില്ലേ ഏതാണ്? ഉറപ്പായിട്ട് മനസ്സിലാവുമല്ലോ. അത് കുശുമ്പ്, അത് നടക്കട്ടെ. അതിപ്പോൾ ഇതിലേ എന്താന്ന് പറഞ്ഞാൽ, ഈ മാവുള്ള മാവിലെ കല്ലെറിയത്തുള്ളൂ. പിന്നെ ഒരാൾ നമ്മളോട് ജലസിയോടുകൂടി പെരുമാറുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ്, നമ്മൾ വളർന്നു എന്നുള്ളതാണ്. അങ്ങനെ മാക്സിമം അസൂയാൽക്കൾ ഉണ്ടാവട്ടെ, നമ്മൾ വളർന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പേഴ്സണലി കുറച്ച് വിഷമമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നമ്മളത് നന്നാക്കാൻ വേണ്ടി പിന്നീട് ശ്രമിക്കാനായിട്ട് ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടി നിന്ന് ഇവരുടെ ക്രിറ്റിസിസം കൊണ്ടാണോ? കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ടോ? ഞാൻ ചിലപ്പോൾ ചിലർ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ശൈലൻ എഴുതുന്നത് ഞാൻ വായിക്കാറുണ്ട്, ലെൻസ്മാൻ്റെ റിവ്യൂസ് ഞാൻ വായിക്കാറുണ്ട്. അതിൽ പിന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്ന ന്യൂനതകളെ നമ്മൾ അംഗീകരിക്കണം. നമ്മൾ പിന്നെ ചിന്തിക്കണം, ശരിയാണല്ലോ അയാൾ അവർ പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ, നമ്മളതനുസരിച്ച് അത് മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അല്ലാതെ ബാക്കിയുള്ളതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, പുറത്തേക്ക് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോഴേക്കും ഇന്നത് പറയണ്ടായിരുന്നു എന്നുള്ളത് ഒരിക്കലും ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യസന്ധമല്ലാത്തൊരു കാര്യമുണ്ട്? ഞാൻ എൻ്റെ രാഷ്ട്രീയം സംസാരിച്ചു, എൻ്റെ സാമൂഹിക ചിന്തകൾ സംസാരിച്ചു, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതൊന്നും സമൂഹത്തിന് ദോഷമാകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. അതെൻ്റെ ഉത്തമ ബോധ്യമുണ്ട്. പിന്നെ ഞാനെന്താ പേടിക്കുന്നു? ഇവരാരും എല്ലാം എനിക്ക് ചിലവ് തരുന്നത്. ഇപ്പം ഈ എന്താ അവാർഡ് സിസ്റ്റത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസി ഉണ്ട് എന്നുള്ളത് ഒട്ടുമില്ല. ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളല്ലേ, അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് ഈ അവാർഡ് നിർണയത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. എന്തെങ്കിലും എടുത്ത് പറയാൻ പറ്റുന്ന അനുഭവങ്ങൾ ഒരുപാട്. ട്യൂമൻ്റെ സമയത്ത് രഞ്ജിത്തായിരുന്നു പേര് തന്നെ. എൻ്റെ ഒരു കാരണവശാലും ഈ പടം മേലോട്ട് കയറ്റി വിടരുതെന്ന് അയാൾ പറഞ്ഞായിട്ട് അവാർഡ് കമ്മിറ്റിയിലുള്ളവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. അത് അവാർഡ് കമ്മിറ്റി മെമ്പർമാർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറം ഒന്നും നമുക്ക് പറയാനില്ലല്ലോ. പിന്നെ ഈ എന്നോട് താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ എന്നോടൊന്നല്ല, ചില ആളുകളോട് താല്പര്യമില്ലാത്ത ആളുകൾ ജൂറി വരുമ്പോൾ അവൻ്റെ കാണിച്ചു കൊടുക്കുക, അവൻ്റെ പടം വരട്ടെ എന്നുള്ള അങ്ങനെ ചിന്തിക്കുന്നവരാണ്. ഞാൻ ജൂറി മെമ്പറായിട്ട് TV സിനിമയുടെ ഇടയിൽ ഇരുന്നിട്ടുള്ള ഞാൻ, മധുപാൽ, അനുമോള്, സന്തോഷിക്കാനൊക്കെ ഞാൻ ഇരുന്നുള്ളത്. ആ ഇതിൽ ഞങ്ങൾ ഒട്ടും ബയാസ്ഡ് അല്ലായിരുന്നു. നമ്മുടെ അഭിപ്രായം പറയും, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട്. അന്നാണ് മികച്ച സീരിയലിന് അവാർഡ് കൊടുക്കാത്തത്. കാര്യം മികച്ച സീരിയലില്ലായിരുന്നു. മനസ്സിലായില്ലേ? അതിൽ രാഷ്ട്രീയം നോക്കിയിട്ടില്ല ഞങ്ങൾ. കാര്യം ഇടതുപക്ഷ ഇതിൻ്റെ ഭാഗമായിട്ടല്ലേ ഞങ്ങളെല്ലാവരും വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, ജൂറി മെമ്പർമാർ മുഴുവൻ ഇടതുപക്ഷക്കാരാണെന്നല്ല. അതിൽ ഒരാൾ പക്ക വേറെ ചിന്തകളുള്ള ആളാണ്. അതിനകത്തൊരു സ്വഭാവ നടൻ്റെ വേഷം വന്ന് നടന്നു, സംസാരിച്ചു കഴിച്ചപ്പോഴത്തേക്കിന് അയാൾ ഭയങ്കര സംഘപരിവാർ അനുകൂലിയാണ്. ഞാൻ പറഞ്ഞത് നോക്കണ്ടെന്ന് പറഞ്ഞു. ഈസ് എൻ ആക്ടർ. അയാൾ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ശരി. കാര്യം ഈ തഴയപ്പെടുന്നതിൻ്റെ വേദന പലരും പറഞ്ഞ് നമുക്കറിയാം. ഞാൻ പറഞ്ഞു, ഇയാൾ ഏത് പാർട്ടി രാഷ്ട്രീയ പ്രസ്ഥാനം ആയിക്കോട്ടെ, അയാളൊരു ആക്ടറാണ്, അയാൾ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, നമ്മളത് കൊടുത്തു. ഈ അഭിപ്രായങ്ങൾ ഒരുപാട് സംസാരിക്കുമ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടോ? ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും. സുരേഷ് ഗോപി, സുരേഷ് ചേട്ടന് ഭയങ്കര വിഷമമായിരുന്നു.
പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 1-2-3 സൗഹൃദങ്ങളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിഷമമുണ്ട് അതിന്? സൗഹൃദം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാവുമല്ലോ. അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരുമായിട്ടൊന്ന് എന്താ പറയാ പറഞ്ഞ് സംസാരിച്ചൊന്നും. അല്ല, ഞാൻ എൻ്റെ ശരികളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് പറയാനും അതിൽ പശ്ചാത്തപിക്കാനും എനിക്ക് യാതൊരു മടിയില്ല. പക്ഷെ എൻ്റെ ശരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാനാണ് ശരി എന്നുള്ള അഹന്തബോധമൊന്നും എനിക്കില്ല. അത് ശരിയാണ് എന്ന ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കോംപ്രമൈസിന് പോകാറില്ല. ഈ കലയിലപ്പോൾ രാഷ്ട്രീയം വേണോ? കലയിൽ അങ്ങനെ ആണെങ്കിൽ കല എന്ന് പറയുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനമാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോഴേക്കും ഇതുപോലുള്ള നഷ്ടപ്പെടലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവില്ല. തുറന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നഷ്ടപ്പെടൽ വരുന്നത് ഒന്ന് പറയൂ. ഇപ്പൊ ഇതുപോലെ ഇപ്പം നിങ്ങൾ തമ്മിൽ നല്ലൊരു അത് കലയുമായിട്ട് എന്താ ബന്ധം? ചിലപ്പോ ഇനിയിപ്പോ ഒരു അസ്വാരസ്യം മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ. അസ്വാരസ്യം ഏത് കാര്യത്തിലാണ്? റിലേഷൻഷിപ്പിൽ എങ്ങനെ അസ്വാരസ്യം വരുന്നത്? ഒരു ആശയം, ഒരു അഭിപ്രായം ഒരാൾ പറയുമ്പോൾ ആ അഭിപ്രായം ശരിയല്ല എന്ന് എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുള്ളതുപോലെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമുള്ളവരെ അത് എൻ്റെ പോയിന്റ് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. അല്ല, പിണക്കമായിരുന്നു എന്ന് പറഞ്ഞു. അല്ല, പുള്ളിക്ക് പിണങ്ങി എന്നുള്ളത്, എനിക്ക് പിണക്കമൊന്നുമില്ല. എന്തായാലും ഒരുപാട് താങ്ക് യു. കുറച്ചേരം സംസാരിക്കാൻ പറ്റി. താങ്ക് യു.